പിറവി ദിനം. അതൊരു സുപ്രധാന പ്രഖ്യാപനത്തിന് കേരളം ഒരുങ്ങുകയാണ്. അതിദാരിദ്ര്യമുക്തമാകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറും. ജനങ്ങളുടെ അടിസ്ഥാനപരമായ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചാണ് ഈ നേട്ടത്തിലേക്ക് നമ്മൾ നടക്കുന്നത്. നമുക്ക് എന്താണ് വേണ്ടത്? വീട്, ആരോഗ്യം, വിദ്യാഭ്യാസം. ഇവ മൂന്നിലും കേരളം രാജ്യത്തിന് മാതൃകയാവുകയാണ്. ഇന്നലെ മന്ത്രി MP രാജേഷ് ഈ പദ്ധതിയെക്കുറിച്ച്, ഈ ആശയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. പ്രഖ്യാപിക്കണമെന്നാണ് സർക്കാർ കാണുന്നത്. നവംബർ 1 വൈകുന്നേരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളം അതിദാരിദ്ര്യമുക്തമായതിൻ്റെ പ്രഖ്യാപനം നടത്തും. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ, ശ്രീ കമലഹാസൻ എന്നിവരും പ്രത്യേക അതിഥികളായിട്ട് ആ അതിദാരിദ്ര്യ മുക്ത പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് 2021 അതായത് 4 വർഷം മുൻപുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിച്ചു തരാം. അതിലൊരു ചെറിയ ഭാഗം വായിച്ചും തരാം. പിണറായി സർക്കാർ അധികാരത്തിലേറി 100ാം ദിവസം ഇട്ട പോസ്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർ ഭരണം എന്ന ചരിത്ര ദൗത്യം സമ്മാനിച്ചതിന്റെ 100ാം ദിവസമാണിന്ന്. ആത്മാഭിമാനത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരണത്തോടടുക്കുകയാണ്. ഈ സർക്കാരിന്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, വാതിൽപ്പടി സേവനം, സ്ത്രീകളുടെ ഗാർഹിക ജോലിഭാരം കുറയ്ക്കൽ എന്നിവ ഉടൻ പ്രാവർത്തികമാക്കും. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികളാണ് ഇത്. 2021 പോസ്റ്റാണ്. ജനങ്ങൾക്ക് അവർ തെരഞ്ഞെടുത്ത ജനപ്രതിനിധി നൽകിയ ഒരു വാക്ക്. പിന്നീട് ഡാറ്റ ശേഖരിച്ചു. ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം, ഈ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കി 64,006 അതീവ ദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി. അവർക്ക് ഫണ്ട് അനുവദിച്ചു. അതിനെക്കുറിച്ച് കൃത്യമായി ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ വർഷം പറഞ്ഞു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി 50 കോടി രൂപ വകയിരുത്തുന്നു. സർ, 2025 നവംബർ മാസത്തോടുകൂടി അതിദാരിദ്ര്യമുള്ള മുഴുവൻ കുടുംബങ്ങളും ഈ അവസ്ഥയിൽ നിന്ന് മോചിതമാകും. ഇന്ത്യയിൽ ഇത് ഒരു റെക്കോർഡായിരിക്കും സർ. ഒരു പദ്ധതി വിഭാവനം ചെയ്ത് അതെങ്ങനെ നടപ്പാക്കണം എന്നതിന്റെ ഉത്തമ മാതൃകയാണിത്. ഈ പദ്ധതി അത് മുഖ്യമന്ത്രിയുടെ ആശയമാണെന്നും ഇന്നലെ MP രാജേഷ് പറഞ്ഞു. വളരെ സുസംഘടിതമായ, ഏകോപിതമായ, കാര്യക്ഷമമായ ഒരു ഇടപെടലിലൂടെയാണ് 4 വർഷം കൊണ്ട് സർവേയിലൂടെ കണ്ടെത്തിയ അതിദരിദ്രരെ മുഴുവൻ അതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ കഴിഞ്ഞത്. ഇതിനർത്ഥം ഇതോടുകൂടി ഇനി അതിദാരിദ്ര്യം ഉണ്ടാവില്ല എന്നുള്ളതല്ല. തുടർ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതിന്റെ ഉത്തമ മാതൃകയാണ് നമ്മൾ ഈ കണ്ടത്.